നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കൊള്ളിയെയാണ്. കിഴങ്ങുവർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനമേറിയതും നമ്മുടെ ആഹാര പദാർത്ഥവുമായ കൊള്ളി, മരച്ചീനി, കപ്പ എന്നിവയെല്ലാം നമ്മൾ വിളിക്കും. യൂഫോർബിയേസി കുടുംബത്തിൽപ്പെടുന്ന മാനിഹോട്ട് എസ്കുലൻ്റ ആണ് ഇതിൻ്റെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ ഇതിനെ ദാരുകണ്ഠ, കൽപ്പകണ്ഠ എന്നീ പേരുകളിൽ വിളിക്കുന്നു. ആയുർവേദത്തിൽ ഇതിനെ ഒരു വിഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനത്തുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കുറ്റിച്ചെടിയായി കാണപ്പെടുന്ന ഇത് തുടർന്ന് വളരാൻ അനുവദിച്ചാൽ ഒരു ചെറു വൃക്ഷം പോലെയായി തീരും. ഇതിൻ്റെ മരച്ചീനിയുടെ തണ്ട് വലിയ ബലമില്ലാത്തതാണ്. ഇതിൻ്റെ തണ്ടിൻ്റെ അറ്റത്തു നിന്ന് നാരുകൾ പോലെയാണ് ഇതിൻ്റെ വേരുകൾ കാണുന്നത്. ഇതിന് കിട്ടുന്ന പോഷണത്തിനനുസരിച്ച് കായയുടെ എണ്ണവും വണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തണ്ടുകൾക്ക് പൊതുവെ ബലം കുറവാണ്. മരച്ചീനിയിലേക്ക് നീളമുള്ള ഞെട്ടുകളുണ്ട്. ഇതിൽ ഞെട്ടിൻ്റെ അറ്റത്തു നിന്ന് കൈവിരലിൻ്റെ ആകൃതിയിൽ 5 മുതൽ 9 പത്രപാളികൾ വരെയാണ് വളരുന്നത്. ഞെട്ടിനും പത്രസിരകൾക്കും പച്ച, ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തോടു കൂടിയാണ് കാണുന്നത്. പൂക്കൾ പൂങ്കുലകളായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഫലങ്ങൾ ക്യാപ്സ്യൂളുകളാണ്. ഇതിൻ്റെ വിത്തിൽ വയറിളക്കം ഉണ്ടാക്കത്തക്കവണ്ണം ഒരു വിധം എണ്ണയുണ്ട്. ഇതിൽ കൂടുതലായി കാണപ്പെടുന്നത് സയോജനിക് ഗ്ലൂക്കലോയിഡ്സ് ആണ്. ഇത് ഒരു വിഷ സ്വഭാവമുള്ളതാണ്. ഇത് ചൂടാക്കിയാൽ ഇതിൻ്റെ വിഷ സ്വഭാവം നഷ്ടപ്പെടും. വേര്, കിഴങ്ങ്, ഇല എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. കൊള്ളി അല്ലെങ്കിൽ അതിന് മരച്ചീനി എന്നാണ് ഒരു ശരിക്കുള്ള ഭാഷ പറയാം. അപ്പോൾ ഈ മരച്ചീനിക്ക് നല്ല ഒരു ഔഷധമൂല്യത്തേക്കാൾ ഉപരി ഒരു ആഹാരത്തിൻ്റെ ഉപയോഗത്തിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. പ്രധാനപ്പെട്ടത് ഈ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ മരച്ചീനി ഉപയോഗിക്കുമ്പോൾ അതിന് കട്ടുണ്ടാവുക എന്ന് പറയും. മരച്ചീനിക്ക് കട്ട് എന്ന് പറയും. അതിൽ ഈ ചെറിയ മാത്രയിൽ ഒരു സയനൈഡിൻ്റെ അംശമുണ്ട്. അതാണ് ഈ ചില ആൾക്കാർക്ക് ഈ മരച്ചീനി കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വരും, നാവിന് തരിപ്പൊക്കെ ഉണ്ടാവും. അത് ഈ പച്ചയ്ക്ക് കഴിച്ചാലോ കുഴപ്പം. അതുകൊണ്ട് തന്നെ മരച്ചീനി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ, വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കട്ട് പോവും, അല്ലെങ്കിൽ അതിൻ്റെ ആ വിഷാംശം പോവും. ശരിക്കും അതൊരു വിഷമുള്ള ചെടിയായിട്ടാണ് പറയാം. അപ്പോൾ അങ്ങനെ ഈ മരച്ചീനിയുടെ ഏറ്റവും ഉപയോഗം, മരച്ചീനി അങ്ങോട്ട് വെറുതെ തോല് പൊടിച്ചിട്ട് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. എന്നിട്ട് അത് പൊടിച്ച പൊടിയായിട്ട് എടുത്തു വെച്ചാൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ ഈ പാലിലൊക്കെ കലക്കി കഴിക്കാവുന്ന നല്ലൊരു ഔഷധമാണ്, അതേസമയം ആഹാരമാണ്. അത് നല്ലോണം കലക്കിയിട്ട് വിരകിയിട്ട് എങ്ങനെയും കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ കുറേശ്ശെ നല്ലൊരു പോഷണമാണത്. പിന്നെ ഇതിൻ്റെ ഔഷധ ഉപയോഗം പറയുകയാണെങ്കിൽ ഈ പോൾട്ടീസ് ഉണ്ടാക്കിയിട്ട് ഈ നമ്മൾ ഈ ഉണങ്ങാത്ത മുറിയിൽ ഇത് ഈ ചില നമ്മുടെ ഔഷധത്തിൽ, അതായത് മഹാതിക്തം, നെയ്യ് അതിലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കുഴിയുള്ള മുറി അത് നകന്ന് വരാൻ അതിൽ വെച്ച് പോൾട്ടീസ് ഉണ്ടാക്കി കിട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ അത് നകന്ന് വരും. പിന്നെ ഇതിൻ്റെ ഈ പുറത്തുള്ള തൊലി എടുത്തിട്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി റഫ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരു നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ആയുർവേദത്തിൽ വേറൊരു ഉപയോഗമുള്ളത് ഈ നവരക്കിഴി ചെയ്യുന്നത്, നവര കൊണ്ടുള്ള പരിപാടി. അപ്പോൾ നവര ഈ കാലും കൈയും മെലിഞ്ഞ കുട്ടികൾക്ക് ഈ നവര തേപ്പിക്കും. അതിന് പകരം ഈ വെളിച്ചെണ്ണയിൽ ഈ ഇത് പൊടിച്ച പൊടി, അതായത് ഈ മരച്ചീനി പൊടിച്ച പൊടി ഈ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് കൈയിൻ്റെ മുകളിൽ കാലിൻ്റെ മുകളിലൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ കൈയും കാലിനും കുറച്ചൊരു പോഷണം വരും. അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങൾ.